ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വിനീഗർ ഒന്നും ചേർക്കാതെ സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അച്ചാറിന് വേണ്ടി ഞാൻ 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടിത് ഉപ്പിട്ട് വെച്ചേക്കുക. അപ്പം മാങ്ങ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് തുടച്ചെടുക്കണം. വെള്ളമയം ഒന്നും ഒട്ടും കാണരുത്. പാകത്തിന് പുളിയുള്ള മാങ്ങ വേണം എടുക്കാൻ. ഒട്ടും പുളിയില്ലാത്ത മാങ്ങ എടുക്കുകയും ചെയ്യരുത്, അതുപോലെ ഓവറായിട്ട് പുളിക്കുന്ന മാങ്ങ എടുക്കരുത്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവനും വെക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെച്ചെടുത്ത മാങ്ങയത്. ഇപ്പം ഉപ്പുവെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് അരിഞ്ഞേക്കുന്നത്. ഇപ്പം ഞാൻ ഈ പാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ, ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലൊക്കെ. ചെറിയൊരു ബ്രൗൺ കളറാകണം. ഇതിപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. കടുക് ഒരുപാട് അങ്ങ് മൂക്കണ്ട. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്ര മതി. ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് പാറിയിട്ടുണ്ട്, ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിക്കണ്ട, ചെറിയൊരു തരിയായിട്ടൊക്കെ പൊടിക്കാം. ഇനി ഒരു പാനിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയൊക്കെ എടുക്കുവാണെങ്കിൽ കനച്ചു പോകും. ഇപ്പോൾ എണ്ണ കുറച്ചൊന്ന് ചൂടാകുമ്പോൾ ഈ വറ്റൽമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പകുതി ചൂടൊക്കെ ആകുമ്പോഴേ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. പതുക്കെ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചേറെ കറിവേപ്പില ഇടണം. ഇങ്ങനെ ഒരു 5-6 തണ്ടെങ്കിലും എടുത്തിട്ടുണ്ട് ഞാൻ. ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുളകൊക്കെ പാകത്തിന് മൂത്തൊരു കളറായിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും പതുക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ. ഇപ്പോൾ എണ്ണയ്ക്ക് അധികം ചൂടില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് മുളക് പൊടി ഇടുവാണെങ്കിൽ കരിഞ്ഞു പോകും, നല്ലതായിരിക്കത്തില്ല. നിങ്ങളുടെ എണ്ണ ഒരുപാട് ചൂടായെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ആറി കഴിഞ്ഞിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ 70 ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 8 ടേബിൾ സ്പൂൺ നിറച്ചുണ്ട്. അതായത് പിരിയം മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു 1.5 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയും കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി, പെരുങ്കായപ്പൊടി. ചില കായത്തിന് നല്ല സ്ട്രോങ് ആയിരിക്കും, ചിലത് കുറവായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് 1 തൊട്ട് ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ഇടാം. ഇതിപ്പോൾ ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ആറട്ടെ. ഇതിപ്പോൾ കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇത് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആ പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക്, ഉലുവ, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യമേ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 100 ml കൂടി നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ നല്ലെണ്ണ ഞാൻ ചൂടാക്കിയിട്ട് അതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കണേ. നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ക്ലിങ് ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസം മുഴുവൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ടിത് അടുത്ത ദിവസം നല്ലൊരു വെയിൽ കൊള്ളിക്കണം. അതായത് അടുത്ത ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നല്ലൊരു വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ സിറാമിക് ബൗളിലോ ഒക്കെ വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്ത് വെക്കാൻ. അപ്പോൾ എണ്ണയാക്കി ഇതുപോലൊന്ന് തെളിഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു പ്ലേറ്റ് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ഒരു ദിവസം ഞാൻ വെയിൽ വെച്ചിട്ട് എടുത്തതേത്, അതായത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ഒരു ദിവസം വെളിയിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വെയിലത്ത് വെക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നല്ല വെയിൽ കൊള്ളണം. ഇനി വെയിൽ കുറവാണെങ്കിൽ 2 ദിവസത്തേക്ക് വെയിൽ കൊള്ളിക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇത് ഗ്ലാസ് ബോട്ടിലാക്കി അടച്ച് സൂക്ഷിച്ചാൽ മതി. ഞാനിത് ഒരു ദിവസമൊക്കെ വെളിയിൽ വെച്ചിട്ട് തിരിച്ചും ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. കാരണം ഇതിൽ വിനീഗറും ഒന്നും ചേർക്കാത്തതുകൊണ്ട്. അതുപോലെ ഉപ്പും ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്